ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേംസ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. എ കമ്പനി ക്യാൻ ബോറോ മണി ബൈ ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ്. ഒരു കമ്പനിക്ക് പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് ഷെയറിനെ പോലെ തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. സോ ഡിബെഞ്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്നോളജിങ് ഓഫ് ഡെറ്റ്. ഒരു ഡെറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടത്തിനെ സൂചിപ്പിക്കുന്നത്. അതിനെ അക്നോളജ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഇഷ്യൂയിങ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ഏത് കമ്പനിയാണോ ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, ആ ഒരു കടബാധ്യതയെ അവിടെ കാണിക്കുകയും ഒപ്പം ആ കമ്പനിയുടെ സീലോട് കൂടിയിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 212 ഓഫ് ദ കമ്പനീസ് ആക്ട്, ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ്. ഇനി ഡിബെഞ്ചർ എന്ന് പറയുമ്പം ആ ഒരു ടേമിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? അതിൽ ഡിബെഞ്ചേഴ്സ് ഉണ്ടായിരിക്കാം, സ്റ്റോക്ക് ഉണ്ടാവാം, ബോണ്ടുകൾ ഉണ്ടാവാം, മറ്റുള്ള തരത്തിലുള്ള സെക്യൂരിറ്റീസ് കമ്പനിയുടെ ഉണ്ടായിരിക്കാം. വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഓർ നോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്വിറ്റി ഷെയർസും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും ഒക്കെ അസറ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻസും ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ലോണിനെയോ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലിനെയോ, നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി കടം വാങ്ങുന്ന ആ ഒരു തുകയെ കൂടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. പിന്നെ എപ്പോഴും ഡിബെഞ്ചർ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ഒരുമിച്ച് എപ്പോഴും കാണിക്കാറുണ്ട്. ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ക്യാരിയിങ് ഇൻട്രസ്റ്റ് അറ്റ് 8%. അപ്പോൾ ആ ഒരു പേരിലാണ് ആ ഡിബെഞ്ചർ അറിയപ്പെടുക. അതായത് 8% ഡിബെഞ്ചേഴ്സ്, 9%. അപ്പോൾ ആ ഇൻട്രസ്റ്റും കൂടി അതിലെപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ഡിബെഞ്ചർ. ഇനി നേച്ചർ എന്തൊക്കെയാണ് ഡിബെഞ്ചേഴ്സിൻ്റെ? അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു കമ്പനിയുടെ ഡെറ്റ്, ഏത് കമ്പനിയാണോ അത് ഓൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിൽ നിർബന്ധമായും ഇഷ്യൂയിങ് കമ്പനിയുടെ സീൽ ഉണ്ടായിരിക്കും. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ കോൺട്രാക്ട് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്. കൃത്യമായിട്ട് ആ ഡീഡിൽ പറയുന്നുണ്ടാവും എത്ര സമയം കഴിയുമ്പോഴാണ് അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യേണ്ടത്. ആ സ്പെസിഫൈഡ് ഡേറ്റും എമൗണ്ടും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ പറയുന്നത്, ഇറ്റ് ഈസ് ജനറലി സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഡിബെഞ്ചർ എപ്പോഴും കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എതിരായിട്ടാണ് ഇത് കാണിക്കുന്നത്. അതായത് ആ കടം നമ്മൾ അടയ്ക്കാത്ത പക്ഷം നമുക്ക് ആ ഒരു അസറ്റ് ഓൺ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത്